ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ജൂൺ 2025 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഹെൽത്ത് റിസ്കുകൾ ഏതൊക്കെയാണെന്നായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്മുടെ ഓപ്ഷൻസ് നമ്മളൊന്ന് രണ്ടെണ്ണം എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ BDE ഒള്ളി ആയിരിക്കും ഉത്തരം, അല്ലെങ്കിൽ BCD ഒള്ളി ആയിരിക്കും ഉത്തരം. ഏതായിരിക്കും ഉത്തരമെന്ന് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് കണ്ടുപിടിക്കണമെന്നായിരുന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. സോ നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് പോകാം. BDE, അതായത് ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ BDE വന്നത് നമുക്ക് നോക്കാം. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ഇൻവോൾവ്സ് എക്സസൈസിങ് ഓർ ലിവിംഗ് അറ്റ് ഓൾട്ടിറ്റ്യൂഡ്സ് സിഗ്നിഫിക്കൻ്റ്ലി എബവ് സീ ലെവൽ, ടിപ്പിക്കലി എബവ് 1500 മീറ്റേഴ്സ്. അതായത് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് 1500 മീറ്റേഴ്സും എബോവുമായിട്ട് ലിവിങ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ഇതിന് പറയുന്നതാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ദ പ്രൈമറി ഫിസിയോളജിക്കൽ ചലഞ്ച് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലെ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റെഡ്യൂസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതായത് ഓക്സിജന്റെ ആ ഒരു പ്രഷറിലെ കുറവാണ്. വിച്ച് ലീഡ്സ് ടു ലോവർ ഓക്സിജൻ സാച്ചുറേഷൻ ഇൻ ദ ബ്ലഡ്. അങ്ങനെ ബ്ലഡിലെ ഓക്സിജന്റെ അളവും കാര്യങ്ങളും കുറയുന്നു. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്നൊരു ഓപ്ഷനെ നമ്മൾ ഗസ്സിൽ നിർത്തിയത്. ഓക്കെ. While this environment can stimulate beneficial adaptations for endurance athletes, അതായത് ദീർഘദൂര മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന അത്ലറ്റ്സിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ് ഇത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് എൻവയോൺമെന്റ് നൽകുന്നത്. ഇറ്റ് ഓൾസോ പ്രസൻസ് സെവറൽ ഹെൽത്ത് റിസ്ക്. ബെനിഫിറ്റ്സ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഹെൽത്ത് റിസ്കുകളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ദ കീ ഹെൽത്ത് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്ലൂഡ്, അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ഹെൽത്ത് റിസ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹൈപ്പോക്സിയ. രണ്ടാമത്തേത് പൾമണറി എഡീമ. പൾമണറി എന്ന വാക്ക് നമ്മൾ മുൻപ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിൽ തന്നെ നമ്മൾ പൾമണറി ആർട്ടറീസ് എന്നൊരു വാക്ക്, പൾമ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എഡീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കുറവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് എഡീമ. പൾമണറി എഡീമ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്സിൽ എന്തോ ഒരു സപ്ലൈയുടെ കുറവ് വരുന്നതാണ് പൾമണറി എഡീമ എന്നാണ് ഉദ്ദേശിക്കുന്നത്. HAPE, ഹൈ ഓൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ എന്നും ഇതിന് പേരുണ്ട്. ഇനി അടുത്തത് സെറീബ്രൽ എഡീമ. സെറീബ്രൽ എന്ന വാക്ക് ബ്രെയിനുമായി ബന്ധപ്പെട്ട വാക്കാണ്. സെറീബ്രൽ എഡീമ അല്ലെങ്കിൽ HACE, ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ, അതായത് തലച്ചോറിലെ എന്തോ സപ്ലൈയുമായി ബന്ധപ്പെട്ട കുറവ്. അപ്പോൾ ഈ രീതിയിലുള്ള കുറവുകളാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന ഹെൽത്ത് റിസ്കുകൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2വുമായിട്ട് കണക്ട് ചെയ്യണം. ഒബ്ജക്റ്റ് സീംസ് ബിഗർ ഓർ slower as they move towards or away from camera. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒബ്ജക്റ്റുകൾ വളരെ വലുതായിട്ട് കാണപ്പെടുന്നു എപ്പോൾ? അത് വളരെ അടുത്തേക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ. ഇനി സ്ലോ ആയിട്ടാണ്, അതായത് ബിഗർ സ്മോൾ ആയിട്ടാണ് വരുന്നത്. എങ്ങനെ? ക്യാമറയിൽ നിന്ന് എവയാകുമ്പോൾ അത് വളരെ പതുക്കെ മങ്ങി പോകുന്ന അവസ്ഥാവിശേഷവും കാര്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ഓക്കെ, അപ്പം ഒരു ചോദ്യം ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ഒബ്ജക്ട്സ് സൈസ് ആൻഡ് ഷേപ്പ് സീംസ് ടു ചേഞ്ച് ആസ് ഇറ്റ് മൂവ്സ് അക്രോസ് ദി ക്യാമറ. അതായത് ക്യാമറ അതിൻ്റെ എക്രോസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒബ്ജക്ട്സിന്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ആസ്പെക്ട് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ദെൻ അടുത്തൊരു കാര്യം, ടോട്ടൽ ഇനർഷ്യ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് റിലേറ്റീവ് ടു ദി സെന്റർ ഓഫ് റൊട്ടേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് ആൻസറിലേക്ക് വന്നിട്ട് ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് പോകാം.
യെസ്, ഇവിടെ നമ്മൾ നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിന്റെ പാറ്റേൺ നോക്കുക. 7 ഉത്തരം ഒന്നെങ്കിൽ 3 ആയിരിക്കാം, അല്ലെങ്കിൽ 4 ആയിരിക്കാം. സോ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന ക്യാമറ അടുത്തടുത്ത് വരുമ്പോൾ സാധനം ബിഗ് ആയിട്ടും അകലെ അകലെ പോകുമ്പോൾ അതിങ്ങനെ മങ്ങിയും കാണുന്നത് ഒന്നെങ്കിൽ പേഴ്സ്പെക്റ്റീവ് എറർ ആണ്, അല്ലെങ്കിൽ പാരലാക്സ് എറർ ആണ്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി നോക്കിക്കേ, അതും എയ്തർ 3 or 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ ആൻസർ കറക്റ്റ് ആക്കാം. ദെൻ സിയുടേതും അതേപോലെ തന്നെ നോക്കിക്കേ, ടോട്ടൽ ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് റിലേറ്റീവ് ടു ദി സെന്റർ ഓഫ് റൊട്ടേഷൻ. അപ്പം നമ്മൾ ഈ സെന്റർ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റേഡിയസ് എന്നൊരു വാക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ? നമ്മളൊരു ഗസ് വർക്ക് ആണ് കേട്ടോ. അപ്പം ഈ ഡി എ നമ്മൾ 2 കണക്ട് ചെയ്ത് നോക്കുക. തൽക്കാലം നമ്മൾ ഇതൊന്ന് നമ്മൾ വിട്ടിട്ട് ഈ 2 ഓപ്ഷൻസിലേക്ക് പോവുക. ഇതിലേതെങ്കിലും ആണോ ആൻസർ വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഈ A3 ആണ് ആൻസർ വരുന്നത്. A3 വരുന്നത് എന്താണ്? അത് പെർസ്പെക്റ്റീവ് എറർ ആണ്. ദെൻ B4 ആണ് വരുന്നത്, അതായത് പാരലാക്സ് എറർ ആണ് വരുന്നത്. C1 ആണ് വരുന്നത്, ടോട്ടൽ ഇനേർഷ്യ എന്ന് പറയുന്നത് പാരലൽ ആക്സസ് തിയറവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗിറേഷൻ. അപ്പോൾ ചെറിയ വാക്കുകൾ കൊണ്ടുള്ള കണക്ഷനിൽ തന്നെ നമ്മൾ ഇതിന്റെ കൂടുതൽ കോൺസെപ്റ്റ് ഡീപ്പായിട്ട് ചിന്തിക്കാതെ ഈ D2 ആണെന്നുള്ളൊരു ഗസ് വർക്കിൽ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഒരു ആൻസറിന്റെ അടുത്തോട്ട് എത്തിയല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് വിത്ത് ഫിനോമിന റിലേറ്റഡ് ടു വിഷ്വൽ പെർസെപ്ഷൻ ആണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് വിഷ്വൽ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട അതിന്റെ ഡൈനാമിക്സും മെക്കാനിക്സുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും. ഒബ്ജക്ട് സീംസ് ബിഗർ ഓർ സ്ലോവർ ആസ് ദേ മൂവ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം ദി ക്യാമറ എന്ന് പറയുന്നത് അതിന്റെ പേഴ്സ്പെക്റ്റീവ് എറർ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഒബ്ജക്ട്സ് സൈസ് ആൻഡ് ഷേപ്പ് സീം ടു ചേഞ്ച് ആസ് ഇറ്റ് മൂവ് അക്രോസ് ദി ക്യാമറ. ഈ ക്യാമറയുടെ അക്രോസ് ഇത് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന്റെ സൈസും ഷേപ്പും ഒക്കെ ചേഞ്ച് ചെയ്യുന്നു. അതെന്ന് പറയുന്നത് പാരലാക്സ് എറർ ആണ്. ഇനി ടോട്ടൽ ഇനേർഷ്യ എന്ന് പറയുന്നത് പാരലൽ ആക്സസ് തിയറവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് റിലേറ്റീവ് ടു ദി സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗിറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഫീമെയിൽ അത്ലറ്റ് ഈസ് ടേംഡ് ആസ് ഫീമെയിൽ അത്ലറ്റ് ട്രയാഡ്? ഫീമെയിൽ അത്ലറ്റ് ട്രയാഡ്, ഒരു ഫീമെയിൽ അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫീമെയിൽ അത്ലറ്റിന് വരുന്ന ഒരു മേജർ 3 ഡിസോർഡേഴ്സ്, അതാണ് ഈ ട്രയാഡ് എന്ന് പറയുന്നത്. ഏതാണ്? ഒരു ഫീമെയിൽ അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിസിയോളജി പഠിക്കുമ്പോൾ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത വാക്കുകളാണ് ഏതൊക്കെ? നമ്മുടെ ഈ ഓസ്റ്റിയോപൊറോസിസ് വേറെ ഏതെങ്കിലും ഓപ്ഷൻ കിടപ്പുണ്ടോ? യെസ്, ഇവിടെയും ഒരു ഓപ്ഷനിൽ കിടപ്പുണ്ട്. ദെൻ ഈ ഓസ്റ്റിയോപൊറോസിസ് ബോണിന്റെ ആ ഒരു സ്ട്രെങ്ത് ക്ഷയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു രോഗാവസ്ഥയാണെന്ന് നമുക്കറിയാമല്ലോ. ദെൻ അമെനോറിയ ആൻഡ് ഡിസോർഡേർഡ് ഈറ്റിംഗ്, അല്ലെങ്കിൽ അമെനോറിയ, ഹോർമോണൽ ഇംബാലൻസ്, ഓസ്റ്റിയോപൊറോസിസ്. ഇനി അതുമല്ലെങ്കിൽ ഡിസോർഡേർഡ് ഈറ്റിംഗ്, ലോ എനർജി അവൈലബിലിറ്റി, ലോ ബോൺ ഡെൻസിറ്റി, അല്ലെങ്കിൽ ഇറഗുലർ മെൻസ്ട്രേഷൻ, ലോ ഇസ്ട്രോജൻ ലെവൽ, ഡിസോർഡേർഡ് ഈറ്റിംഗ്. ഈ ഫീമെയിൽ അത്ലറ്റ് ഡിസോർഡേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 കാര്യങ്ങളാണ്: എമനോറിയ, ഓസ്റ്റിയോപൊറോസിസ്, ഡിസോർഡേർഡ് ഈറ്റിംഗ്. നമുക്ക് കുറച്ചുകൂടി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദി ഫീമെയിൽ അത്ലറ്റ് ട്രയാഡ് ഈസ് എ സിൻഡ്രോം recognized in sports medicine that affect the female athletes. Its critical health condition characterized by the interconnectedness of the 3 primary issues such as disordered eating, amenorrhea and osteoporosis. ഓസ്റ്റിയോപൊറോസിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ലോ ബോൺ മിനറൽ ഡെൻസിറ്റി. നമ്മുടെ ഓപ്ഷനകത്ത് ലോ ബോൺ ഡെൻസിറ്റി എന്നൊരു വാക്കും അതുപോലെ തന്നെ യെസ് ഓസ്റ്റിയോപൊറോസിസും ലോ ബോൺ ഡെൻസിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. ഒരേ അർത്ഥമാണ് ഈ ലോ ബോൺ ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന് കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ ലോ ബോൺ ഡെൻസിറ്റിയും ഡിസോർഡേർഡ് ഈറ്റിങ്ങും ഇവിടെ കറക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ എനർജി അവൈലബിലിറ്റി
ലോ എനർജി അവൈലബിലിറ്റി ഇവിടെ മാച്ച് ചെയ്യുന്നതല്ലാത്തത് കൊണ്ടാണ് ഈ ഓപ്ഷൻ തെറ്റായിട്ട് വന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓസ്റ്റിയോപൊറോസിസ് വന്നു, അമെനോറിയയും വന്നു, ഹോർമോണൽ ഇംബാലൻസ് ഫീമെയിൽ അത്ലറ്റ് ഡിസോർഡറുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ടാണ് ഇതും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വന്നത്. ദെൻ ഇറഗുലർ മെൻസ്ട്രേഷൻ, ലോ ഈസ്ട്രോജൻ ലെവൽ, ഡിസോർഡേർഡ് ഈറ്റിംഗ്. ഇവിടെ ഡിസോർഡേർഡ് ഈറ്റിംഗ് ഇതിന്റെ ഭാഗമാണ്, പക്ഷെ മറ്റേതൊന്നും ഇതിന്റെ ഭാഗമായിട്ട് വരാത്തത് കൊണ്ടാണ് ആ ഓപ്ഷനും നമ്മൾ തള്ളിക്കളഞ്ഞത്. സോ അപ്പോൾ ഏതൊക്കെയാണ് ഒരു ഫീമെയിൽ അത്ലറ്റ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ്? അമെനോറിയ, ഡിസോർഡേർഡ് ഈറ്റിംഗ്, ഓസ്റ്റിയോപൊറോസിസ് അല്ല അഥവാ ലോ ബോൺ മിനറൽ ഡെൻസിറ്റി, ഇതൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ ഇവിടെ ടേംസും അതിൻ്റെ എക്സ്പ്ലനേഷനും തമ്മിൽ മാച്ച് ചെയ്ത് പോകേണ്ടതാണ്. യൂണിറ്റ് 1 ബന്ധപ്പെട്ട ചോദ്യമാണ്. മെറ്റാഫിസിക്സ്, ആക്സിയോളജി, എപ്പിസ്റ്റമോളജി, എയ്സ്തെറ്റിക്സ്, ഈ 4 വാക്കുകളുടെയും എക്സ്പ്ലനേഷൻ നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഈ എയ്സ്തെറ്റിക്സ് എന്ന വാക്ക് ഈ സൗന്ദര്യബോധവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു റഫ് ഗസ്സിൽ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്തിൽ അങ്ങനെ ഒരു സൗന്ദര്യബോധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എയ്സ്തെറ്റിക്സ് എക്സ്പ്ലോർസ് ദ നേച്ചർ ഓഫ് ബ്യൂട്ടി, ആർട്ട് ആൻഡ് ടേസ്റ്റ് എന്ന എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് മാച്ച് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കിയിട്ട് ഇത് ഗസ് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, D1 അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ? യെസ്, ദേ വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വെക്കുമ്പം ഈ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് വെട്ടി ഇതിലാണ് ആൻസർ എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാനായിട്ട് നോക്കിയാലോ. മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് 2 ആണ്, ഇൻക്വയറി ഇൻ ടു ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. ദെൻ B3 ആണ് ആക്സിയോളജി, സ്റ്റഡി ഓഫ് വാല്യൂസ് ആൻഡ് ദ നേച്ചർ ഓഫ് വാല്യൂ ജഡ്ജ്മെന്റ്. ദെൻ ഓപ്ഷൻ C വരുന്നത് എപ്പിസ്റ്റമോളജി, എക്സ്പോസിഷൻ ഓഫ് ട്രൂത്ത്. എയ്സ്തെറ്റിക്സ് എക്സ്പ്ലോർസ് ദ നേച്ചർ ഓഫ് ബ്യൂട്ടി, ആർട്ട് ആൻഡ് ടേസ്റ്റ്. നമുക്ക് ആൻസർ നോക്കാം, ഇങ്ങനെ നമുക്ക് ഗസ് ചെയ്താൽ വരുമോന്ന്. യെസ്, കണ്ടോ. അപ്പം ചില സമയത്ത് ഡീപ്പായിട്ടുള്ള നോളജ് നമുക്ക് ആവശ്യമുള്ളതിനോടൊപ്പം തന്നെ ചില പെരിഫറൽ ആയിട്ടുള്ള നോളജ് ഇത്തരത്തിലുള്ള ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കും. ടൈം കൺസ്യൂം അധികം വരാതെ ഈസി ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് വരാനായിട്ട് ഇങ്ങനെയുള്ള ചില രീതിയിൽ പറ്റും. മെറ്റാഫിസിക്സ് എന്താണ്? ആൻ ഇൻക്വയറി ഇൻ ടു ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ആണ്. ആക്സിയോളജി എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് വാല്യൂസുമായി ബന്ധപ്പെട്ടതാണ്, സ്റ്റഡി ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് വാല്യൂ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. എപ്പിസ്റ്റമോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ട്രൂത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എക്സ്പോസിഷൻ ഓഫ് ട്രൂത്ത്. എയ്സ്തെറ്റിക്സ് ഞാൻ പറഞ്ഞു ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടതാണ്, എക്സ്പ്ലോർസ് ദ നേച്ചർ ഓഫ് ബ്യൂട്ടി, ആർട്ട് ആൻഡ് ടേസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ അടുത്ത മാച്ച് ദ ഫോളോയിങ് നമുക്ക് നോക്കാം. ഈ ലിസ്റ്റ് 1 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തണം ലിസ്റ്റ് 2. ഓക്കെ, അപ്പോൾ ഇതും നമുക്കൊരു ഗസ് വർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിൽ ഈ 4 വാക്കുകളിൽ ഫോർകാസ്റ്റിംഗ് എന്നൊരു വാക്ക് എടുക്കുക. ഈ ഫോർകാസ്റ്റിംഗ് എന്ന വാക്ക് ഈ മുൻകൂട്ടി നിശ്ചയിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു വാക്കാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏതേലും വാക്കുണ്ടോ? ഇല്ലേ? പ്ലാനിങ് ഇല്ലേ? ഫോർകാസ്റ്റിംഗ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മളൊന്ന് ഗസ് ചെയ്യുന്നു. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിനെ എത്തിച്ചു കൊടുക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജോലി ചെയ്യേണ്ട ആൾക്കാരെ എത്തിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ റിക്രൂട്ട്മെന്റ് എന്ന വാക്കിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ റിപ്പോർട്ടിംഗ് സിസ്റ്റം, ദെൻ അല്ലെങ്കിൽ അസൈനിങ് റെസ്പോൺസിബിലിറ്റീസ്. ഇതിലായിരിക്കും നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുള്ളത്. നമുക്ക് ഈ C1 D2 അങ്ങനെ ഓപ്ഷൻസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. C1 D2. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, C1 D2. അപ്പൊ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്തുകൂടെ? A3 B4 ആണെന്ന് ഇവിടെ വന്നല്ലോ, നോക്കാം. A അസൈനിങ് റെസ്പോൺസിബിലിറ്റീസ് ഡയറക്റ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്, റിപ്പോർട്ടിംഗ് സിസ്റ്റം കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ടാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. എന്താണ് അസൈനിങ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്? ഡയറക്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ ആണ്. റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Dash was the first to propose a system for classifying students on their age and size dimensions into homogeneous groups for instructions. അതായത് ഹോമോജീനസ് ഗ്രൂപ്പ്സ് ഇൻസ്ട്രക്ഷന് വേണ്ടി ഹോമോജീനസ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കുക അക്കോർഡിംഗ് ടു ഏജ് ആൻഡ് സൈസ് ഡയമെൻഷൻസ് വെച്ച്. അങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട്, അങ്ങനെ ഒരു സിസ്റ്റം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ആരാണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നതോ അതിൽ നിന്ന് നമുക്ക് ആൻസേഴ്സ് ഗസ് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. Macloy was the first. Option 3, Macloy. Macloy was the first to propose a system for classifying students on their age and size dimensions into homogeneous groups for instructions. എന്താണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് പഠിക്കാം. ചാൾസ് എച്ച് മക്ലോയ്, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്, ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ സച്ച് എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ കാരണം ആരാണ്? ചാൾസ് എച്ച് മക്ലോയ് ആണ്. ഹിസ് വർക്ക് എയിംഡ് ടു ഇംപ്രൂവ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ഇൻസ്ട്രക്ഷൻ്റെ എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു കാര്യത്തിന്റെ എയിം എന്ന് പറയുന്നത്. by ensuring that students within a specific group shared similar characteristics, specifically age and size. ഒരേ ഏജിലും ഒരേ സൈസിലുമുള്ള സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുട്ടികൾ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻസ്ട്രക്ഷൻ ഇഫക്റ്റീവ്നെസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യും എന്നൊരു കാര്യം പ്രപ്പോസ് ചെയ്തുകൊണ്ട് അത് വർക്കൗട്ട് ചെയ്ത ആളാണ് ആര്? ചാൾസ് എച്ച് മക്ലോയ് എന്ന് പറയുന്ന ആള്. കീ ആസ്പെക്ട്സ് ഓഫ് മക്ലോയ്സ് പ്രപ്പോസൽ ഇൻക്ലൂഡ്, ഇദ്ദേഹം വെച്ച പ്രപ്പോസലിലെ കീ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫോക്കസ് ഓൺ ഏജ് ആൻഡ് സൈസ്. ഒന്നാമത്തെ കാര്യം ഏജിലും സൈസിലും ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികളെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഹോമോജീനസ് ഗ്രൂപ്പിംഗ്, അതായത് മെയിൻലി ഒരേ ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷണൽ ഇംപ്രൂവ്മെന്റ്, അതുവഴി ഇൻസ്ട്രക്ഷണൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ പഠിച്ച ഒരു കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് 3 ടെസ്റ്റ് ഐറ്റംസ് ഡസ് ദ ഹിഗ്സ് ബാഡ്മിന്റൺ ടെസ്റ്റ് മെഷർ? ഹിഗ്സ് ബാഡ്മിന്റൺ ടെസ്റ്റിൽ ഈ പറയുന്നതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് മെഷർ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെസ്റ്റ് മെഷർമെന്റ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് പഠിച്ച ഒരു കാര്യമാണ് ഹിഗ്സ് ബാഡ്മിന്റൺ ടെസ്റ്റ്. നമുക്ക് നോക്കാം. ACD ഡ്രോപ്പ് ലോബ് സ്ട്രാറ്റജി, സ്മാഷ്, ഡ്രോപ്പ് ലോബ് സ്മാഷ് ആണോ? അല്ലെങ്കിൽ ABD ഡ്രോപ്പ് ക്ലിയർ സ്മാഷ് ആണോ? അല്ലെങ്കിൽ BCE ക്ലിയർ ലോബ് സ്മാഷ് ആണോ? അല്ലെങ്കിൽ BDE ക്ലിയർ സ്മാഷ് സ്ട്രാറ്റജി. അപ്പം ഹിഗ്സിന്റെ ബാഡ്മിന്റൺ ടെസ്റ്റ് പ്രധാനമായിട്ടും ഏതൊക്കെ കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്? BDE ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പ്രധാനമായിട്ടും ക്ലിയറിങ്ങും സ്മാഷും സ്ട്രാറ്റജിയും ആണ് ഇവിടെ കൃത്യമായിട്ട് നോക്കുന്നത്. BDE. The Higgs badminton test is a specific assessment tool used in badminton to evaluate a player's capabilities across different aspects of the game. ഒരു ഗെയിമിലെ ഒരു പ്ലെയറിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സുമായി ബന്ധപ്പെട്ട് അതിനെയൊക്കെ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആയിരുന്നു ഈ ബാഡ്മിന്റൺ, ഹിഗ്സിന്റെ ബാഡ്മിന്റൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ദ കോർ കോമ്പോണൻറ്റ്സ് ഇറ്റ് മെഷേഴ്സ് ഈസ് എസെൻഷ്യൽ ഫോർ പ്ലെയർ ഡെവലപ്മെന്റ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ്. പ്ലെയർ ഡെവലപ്മെന്റിനും പെർഫോമൻസ് അനാലിസിസിനും വളരെ കൃത്യമായിട്ട് വേണ്ടുന്ന ഒരു ഫാക്ടറാണ് ഇത്. The Higgs badminton test focuses on evaluating a player's proficiency in the following 3 key areas. അതായത് ഹിഗ് ബാഡ്മിന്റൺ ടെസ്റ്റ് പ്രധാനമായിട്ടും ഒരു പ്ലെയറിന്റെ പ്രൊഫഷൻസി ഏതൊക്കെ ഏരിയാസിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ക്ലിയറിങ്, സ്മാഷിങ്, സ്ട്രാറ്റജി, ഈ 3 കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഓഫ് സെൻസറി മോട്ടോർ ഇന്റഗ്രേഷൻ ഇൻ എ കറക്റ്റ് സീക്വൻസ്. സെൻസറി മോട്ടോർ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഈവൻസിനെ അതിൻ്റെ കറക്റ്റ് ഓർഡറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. DCAEB ഏതൊക്കെയാണ് ഈ ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, a sensory stimulus is received by sensory receptors. അതാണ് ഓപ്ഷൻ ഡിയിൽ. a sensory stimulus is received by sensory receptors വരുന്നത്. then ഓപ്ഷൻ സിയിൽ വരുന്നത് the sensory action potential is transmitted along sensory neurons to central nervous system. ഓക്കെ, നമ്മളിത് ഓൾറെഡി
പഠിച്ച സമയത്ത് ഡിസ്കസ് ചെയ്തതുകൊണ്ട് കൂടുതൽ വിഷയം എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല. ദെൻ അടുത്തത് വരുന്നത് DCA വരുന്നത് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇന്റർപ്രറ്റ്സ് ഇൻ സെൻസറി ഇൻഫർമേഷൻ ആൻഡ് റിഫ്ലെക്സീവ്ലി ഇനിഷ്യേറ്റ്സ് എ മോട്ടോർ റെസ്പോൺസ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് the action potential for the response is transmitted from central nervous system along alpha motor neurons, and finally the motor action potential is transmitted to muscle and response occurs. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പുറകോട്ട് പോകുന്നതായിരിക്കും എളുപ്പം. ഇവിടെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്, മോട്ടോർ ആക്ഷൻ ട്രാൻസ്മിറ്റഡ് ടു മസിൽ ആൻഡ് റെസ്പോൺസ് ഒക്കേഴ്സ്. മസിലിലേക്ക് ഈ സംഭവം എത്തിക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് വേണ്ടത്. സോ നമ്മുടെ ഓപ്ഷനിൽ B എന്ന് പറയുന്ന കാര്യം അവസാനം വരുന്നതിനെ മാത്രം നമ്മൾ ഇനി ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതാണ് ഇതിൽ വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇതിനൊരു തുടക്കം ഉണ്ടാവുമല്ലോ എല്ലാ കാര്യത്തിനും. അപ്പൊ അങ്ങനെ തുടക്കത്തിൽ വരുമ്പോൾ സെൻസറി സ്റ്റിമുലസ്, ഒരു സ്റ്റിമുലസിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. സോ Dയും Bയും ആദ്യവും അവസാനവുമായി വരുന്ന ഓപ്ഷൻസിനെ നമ്മൾ അവിടെ വെക്കണം. Dയും Bയും ആദ്യം അവസാനം, D ആദ്യം വരണം, B അവസാനം വരണം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ ഓൾറെഡി കണ്ടോ ആൻസറിലേക്ക് നമ്മൾ എത്തിയത്. യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. While recording the training plan, the coach must record the exercises, number of sets, number of repetitions and training load as follows. ഇത് സ്പോർട്സ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കോച്ച് ട്രെയിനിങ് പ്ലാൻ റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എക്സർസൈസുകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് സെറ്റ്സ്, നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ്, ട്രെയിനിങ് ലോഡൊക്കെ ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ കൃത്യമായിട്ട് ആ ഫോർമുല പഠിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ഇതിന് നമുക്ക് കൃത്യമായിട്ട് ആൻസർ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ആൻസർ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് 1 RM ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ ഇൻറ്റു സെറ്റ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. When a coach is meticulously recording a training plan, it's crucial to document key elements accurately to track progress and ensure effectiveness. അപ്പോൾ ഒരു ട്രെയിനിങ് പ്ലാൻ ഒരു കോച്ച് റെഡിയാക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക, അതുവഴി ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് എൻഷുർ ആവുക എന്നുള്ള കാര്യങ്ങളാണ്. ദീസ് എലമെന്റ്സ് ടിപ്പിക്കലി ഇൻക്ലൂഡ് സ്പെസിഫിക് എക്സർസൈസസ് ബീയിങ് പെർഫോംഡ്. അപ്പം ഈ എലമെന്റ്സിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്, ഏതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് ആണ് പെർഫോം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കോച്ച് പ്ലാൻ ചെയ്യണം. എത്ര സെറ്റ്, നമ്പർ ഓഫ് സെറ്റ്സ് എത്രയാണ് ഓരോ എക്സസൈസിലും കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത്ലറ്റ് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ്, ഓരോ സെറ്റിലും എത്ര റെപ്പറ്റീഷൻസ് ചെയ്യണം എന്നുള്ളതും കോച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അതുവഴി ഓവറോൾ ട്രെയിനിങ് ലോഡ് സെറ്റ് ചെയ്യണം. അപ്പം അതിനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് 1 RM ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ ഇൻറ്റു സെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് 1 RM എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ദിസ് റെപ്രസെൻറ്റ്സ് ദി ഇന്റൻസിറ്റി ഓഫ് എക്സർസൈസ്. ദെൻ നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ ടാർഗറ്റ് കൗണ്ട്, ഹൗ മെനി ടൈംസ് the exercise should be performed in a single set. ഒരു സിംഗിൾ സെറ്റിൽ എത്ര തവണ ഈ എക്സസൈസ് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇനി സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് റെപ്പറ്റീഷൻസ്. അതായത് ഇപ്പം 10 റെപ്പറ്റീഷനുള്ള 3 സെറ്റ്, അതുപോലെ ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് റെപ്പറ്റീഷൻസ് ദ ഇൻഡിവിജ്വൽ നീഡ്സ് ടു കംപ്ലീറ്റ്, എത്ര സെറ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് ഒരാളുടെ ട്രെയിനിങ് ലോഡ് കൃത്യമായിട്ട് കോച്ചിന് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദി ഓർഗനൈസേഷൻ വിച്ച് റെഗുലേറ്റ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ഇന്ത്യ. ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി, റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി, ഫിസിക്കൽ എഡ്യൂക്കേഷന് മാത്രമല്ല ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിന് ഒരൊറ്റ അതോറിറ്റിയേ ഉള്ളൂ. ആ അതോറിറ്റി എന്ന് പറയുന്നത് NCTE ആണ്. ഓക്കെ, ഇപ്പം AICTEയുമായിട്ടായിരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധിക്കും. ഈ TE എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷന് ഇത് ചെയ്യുന്ന ആ ഒരു മേഖല, ആ ഒരു രീതി മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. NAAC ഓൾറെഡി നമുക്കറിയാമല്ലോ, UGC അറിയാമല്ലോ. നമുക്ക് നോക്കാം. NCTE ഓപ്ഷൻ 2 ആണ് ഉത്തരം.
The organization responsible for regulating teacher education programs, including those for physical education teachers in India, is NCTE. Full form എന്താണ്? National Council for Teacher Education. ഇതിനകത്തിലെ ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻപ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഈ ഫോറിന് പകരം ഓഫും വേറെ വാക്കുകളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ദ AICTEയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. എന്തിനാണ്? ഇറ്റ് റെഗുലേറ്റ്സ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ലൈക്ക് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ്, ഫാർമസി, എഞ്ചിനീയറിംഗ്, ഫാർമസി, മാനേജ്മെന്റ് തുടങ്ങിയ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട റെഗുലേഷൻ ബോഡിയാണ് AICTE എന്ന് പറയുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആർട്സ് കാര്യങ്ങളുടെ എല്ലാം പ്രധാനമായിട്ടും NCT ആണ്. ഫോർ എക്സാമ്പിൾ BEd പോലുള്ള കോഴ്സുകളുടെ എല്ലാം വരുന്നത് NCT ആണ്. ദെൻ ദ NAAC എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ദ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. എന്താണ് ഈ NAACന്റെ ഇതെന്ന് പറയുന്നത്? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ assessing and accrediting higher education institutions based on their quality and performance. അതായത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, അവരുടെ പെർഫോമൻസിനനുസരിച്ച് കൃത്യമായിട്ട് റേറ്റിംഗ് കൊടുക്കുന്ന സംവിധാനമാണ് NAAC എന്ന് പറയുന്നത്. ഓക്കെ, റാദർ ദാൻ റെഗുലേറ്റിംഗ് സ്പെസിഫിക് പ്രൊഫഷണൽ കോഴ്സസ് ലൈക്ക് ടീച്ചർ എഡ്യൂക്കേഷൻ. അതായത് ഒരു റെഗുലേഷൻ ബോഡി എന്നതിനേക്കാൾ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു ബോഡിയാണ് എന്ന് പറയുന്നത് NAAC എന്ന് പറയുന്നത്. ദെൻ UGC. നമ്മൾ നെറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും UGCയെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവണം. UGC ഫുൾ ഫോം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇസ് ദി അപ്പെക്സ് ബോഡി ഫോർ കോർഡിനേറ്റിംഗ്, ഡിറ്റർമൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ എല്ലാവിധമായ സ്റ്റാൻഡേർഡുകളും മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഇപ്പൊ നമ്മളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾ അതിൻ്റെതായ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഏറ്റവും ഉയർന്ന ബോഡിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അഥവാ UGC എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പഠനം നന്നായിട്ട് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു.